അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഇടുക്കി വണ്ടിപ്പെരിയാറിലെ സഹോദരിമാരായ വിദ്യാർത്ഥികളുടെ വീട്ടിൽ വൈദ്യുതി എത്തിക്കാൻ തീരുമാനം. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ പ്രശ്നപരിഹാരമായി 2 ദിവസത്തിനുള്ളിൽ പുതിയ കണക്ഷൻ നൽകും. 24 ഇംപാക്ട്. സന്തോഷവാ. കളക്ടർ പറഞ്ഞ് കറണ്ട് 2 ദിവസത്തിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് എല്ലാ ന്യൂസ് ചാനൽക്കും ഒത്തിരി നന്ദിയാണ്. വെട്ടത്തിരുന്ന് പഠിക്കാം. കറണ്ട് 2 ദിവസമായിട്ട് കൊടുക്കാൻ പറഞ്ഞു. എല്ലാ ചാനൽക്കും നന്ദി. 3 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ഹാഷിനിയുടെയും ഹർഷിനിയുടെയും വീട്ടിൽ വൈദ്യുതി എത്തുകയാണ്. മെഴുകുതിരി വെട്ടത്തിൽ പഠിക്കുന്ന സഹോദരിമാരുടെ ദുരവസ്ഥ 24 വാർത്തയാക്കിയതിന് പിന്നാലെയാണ് കളക്ടറുടെ അടിയന്തര ഇടപെടൽ. മുൻപുണ്ടായിരുന്ന വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ സാങ്കേതിക തടസ്സങ്ങൾ KSEB ചൂണ്ടിക്കാട്ടിയിരുന്നു. പോപ്സ് എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ തടസ്സവാദമായിരുന്നു കാരണം. എന്നാൽ ഇടുക്കി ജില്ലാ കളക്ടർ കുട്ടികളുടെ കുടുംബവും പോപ്സ് മാനേജ്മെന്റുമായി നടത്തിയ ചർച്ചയിൽ പരിഹാരമായി. വിജയൻ ശനിയാഴ്ച തന്നെ അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ശനിയാഴ്ച കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾക്കത് പ്രോസസ്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ ഉടനെ ഇന്ന് തന്നെ അവരുടെ NOC കൊടുക്കാമെന്ന് പറഞ്ഞു. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ കണക്ഷൻ പുനഃസ്ഥാപിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ തീരുമാനമായി, കണക്ഷൻ കൊടുക്കാൻ തീരുമാനമായി. KSEB ആവശ്യപ്പെട്ട രേഖകൾ കുടുംബം ഹാജരാക്കിയിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ കുട്ടികളുടെ മുത്തശ്ശൻ വിജയന്റെ പേരിൽ പുതിയ കണക്ഷൻ നൽകും. 2 ദിവസം കൊണ്ട് NOC തന്ന് പോസ്റ്റ് കറണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കളക്ടർ സാറിന് മുമ്പ് വരാൻ പറഞ്ഞായിരുന്നു. കളക്ടർ സാറിനെ വന്ന് കണ്ട് അന്നേരം 2 ദിവസം കൊണ്ട് കറണ്ട് കിട്ടും. EBക്കാരെ വിളിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. പുതിയ പോസ്റ്റ് NOC തരാമെന്ന് ബോബ്സുകാരും പറഞ്ഞിട്ടുണ്ട്. കമ്പനി പറഞ്ഞ് സമ്മതിച്ച്. എല്ലാവർക്കും നന്ദിയുണ്ട്. ആവശ്യ സർവീസിൽ ഉൾപ്പെടുന്ന വൈദ്യുതി ഇല്ലാതെ ഒരു കുടുംബത്തിന് കഴിയേണ്ടി വന്നത് 3 മാസമാണ്. 2 വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ 4-അംഗ കുടുംബത്തിന്റെ ഈ ദുരവസ്ഥ 24 വാർത്തയാക്കിയതിന് പിന്നാലെ ദിവസങ്ങൾക്കുള്ളിൽ പ്രശ്നപരിഹാരം. സുമിത്രൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.